ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇടിയപ്പത്തിൻ്റെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി കണ്ടാലോ. അതിനായിട്ടൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ മീഡിയം സൈസിൽ ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാടൊന്നും മാടി കിട്ടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരല്പം കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ചിക്കനിൽ നിന്ന് തന്നെ അത്യാവശ്യത്തിന് വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ വേറൊരു അടുപ്പിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഗരം മസാലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള അത്യാവശ്യം വലുതായിട്ട് അരിഞ്ഞതാണ്, കാരണം ഇത് പിന്നീട് നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് അത്യാവശ്യം വലുതായിട്ട് തന്നെ അരിഞ്ഞിട്ടേക്കുന്നത്. ഒരു തക്കാളി കൂടി എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് എരിവിനനുസരിച്ച്. ഞാനിവിടെ 8 എണ്ണം എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. മുളക് പൊടിക്ക് പകരമാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ വാടി കിട്ടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെന്തൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിപ്പൊടിയുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി. 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 7-8 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. മീഡിയം സൈസിലെ ഇഞ്ചി ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പിടി മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ചിക്കൻ ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ലിപ്പ് ഇതിൽ മിസ്സായതാണ്, ക്ഷമിക്കണേ. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവിയുടെ കൺസിസ്റ്റൻസി എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരച്ചെടുത്ത് സെയിം ജാറിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 5 മിനിറ്റ് കൂടെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ കറി നന്നായിട്ട് കുറുകി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഗ്രേവിയൊക്കെ നല്ല കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അവസാനം ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കസൂരി മേത്തി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ കുറുകിയ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. 1/2 കിലോ ചിക്കൻ്റെ അളവിനാണ് ഞാനിവിടെ ചേരുവകളൊക്കെ ചേർത്തിട്ടുള്ളത്. കൂടുതൽ ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പത്തിൻ്റെ, ഇടിയപ്പത്തിൻ്റെയും, ദോശയുടെ, ഇഡ്ഡലിയുടെയും, പൂരി, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ അടിപൊളിയാണ്. എല്ലാവരും മസ്റ്റായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.